പിന്നെ നമ്മുടെ ഒരു ബിസിനസ് സാധ്യതയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ ആളുകൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ബിസിനസ് സാധ്യതയാണ്. നമുക്ക് എത്രത്തോളം ബിസിനസ് വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് അറിയേണ്ടത്. അത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പിൻകോഡ് അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു 7.5 കിലോമീറ്റർ ചുറ്റളവിൽ ബിസിനസ് നടക്കുക നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ അവിടെ 5000 മുതൽ 10,000 വരെ മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഓരോ ജനസാന്ദ്രത അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. 5000 മുതൽ 10,000 വരെ ഉണ്ടാവാം. അതിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു 2000 പർച്ചേസ്, ഒരു മന്ത്ലി നമുക്ക് ഒരു 2000 പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 2000 പർച്ചേസ് എന്ന് പറയുമ്പോൾ ഒരു വീട്ടിലോട്ടുള്ള നിത്യോപക സാധനങ്ങൾ എല്ലാം തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ, നമ്മുടെ സൈറ്റ് വഴി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4000 രൂപയുടെ പർച്ചേസ് എങ്കിലും മിനിമം നടന്നിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഒരു 4000 രൂപയുടെ പർച്ചേസ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ തന്നെ കണക്കോട്ടാം. 5% പ്രോഫിറ്റ് അടുത്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 4000 രൂപയുടെ 5% എന്ന് പറയുമ്പോൾ 200 രൂപ. 200 രൂപയായിരിക്കും അതിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. 200 ഇൻറ്റു 2000 കാൽക്കുലേറ്റ് ചെയ്താൽ 4 ലക്ഷം രൂപ ആ ഒരു സ്റ്റോറിലോട്ട് ഒരു മന്ത്ലി പ്രോഫിറ്റ് വരാനുള്ള സാധ്യത ഏറ്റവും കുറഞ്ഞത് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ 2 ലക്ഷം രൂപയുടെ പകുതി കണക്കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 2 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് ആയിരിക്കും ആ ഒരു സ്റ്റോറുകാരനെ സംബന്ധിച്ച് ലഭ്യമാവുക. അതിൽ തന്നെ നമ്മളുടെ എക്സ്പെൻസ്, അതിന്റെ എക്സ്പെൻസ് അതിൽ നമ്മൾ മീറ്റ് ചെയ്യണം. എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതൊരു രണ്ട് സ്റ്റാഫ് എക്സ്പെൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ റെന്റ് ഉണ്ടാവാം. അപ്പൊ ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഏറ്റവും അതൊക്കെ ഏറ്റവും ലോ ആയിട്ട് തന്നെ കണക്കൂട്ടിയാൽ മതി. അങ്ങനെ കണക്കൂട്ടി നോക്കുമ്പോൾ 20,000 രൂപ അല്ലെ, ഒരു 20,000 രൂപയുടെ 20,000 അല്ല 20,000 രൂപ സാലറി ബേസിലും ഒരു റെന്റ് അടിസ്ഥാനത്തിൽ 10,000 രൂപ, അങ്ങനെ കണക്കൂട്ടിയാൽ ഒരു 30,000 രൂപ നമുക്ക് ഒതുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അത് തന്നെ വേണമെങ്കിൽ ഒരു വ്യവസായം സംബന്ധിച്ച് സ്വന്തമായി തന്നെ ചെയ്യാവുന്ന ഒരു ഇതുണ്ട്. ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ആ രീതി കൂടെ നമുക്ക് ഈ പറയുന്ന എക്സ്പെൻസുകളൊക്കെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ ഇവിടെ നടക്കുന്ന അടുത്തൊരു ബിസിനസ് സാധ്യത കമ്പനീനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, പ്രോഫിറ്റ് എത്രയാണോ നമ്മൾ കമ്പനി ആഡ് ചെയ്യുന്നത് അതിന് തുല്യമായ രീതിയിൽ ബിസിനസ് വോളിയം കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ബിസിനസ് വോളിയം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു പിൻകോഡ് എടുക്കുന്ന ഒരു സ്റ്റോറുകാരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഈ പിൻകോഡിൽ ഇദ്ദേഹം ഒന്ന് വർക്ക് ചെയ്യാൻ തയ്യാറാകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇദ്ദേഹത്തിന്റെ റഫറിൽ തന്നെ നമുക്ക് ഈ പറയുന്ന 2000 ബിസിനസ്സുകൾ വേണമെങ്കിൽ ഇദ്ദേഹത്തിന് തന്നെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത്. ഇദ്ദേഹത്തിന് റഫർ ചെയ്താൽ മതി, അത് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസ് വോളിയം ഈ 4000 രൂപയുടെ ഒക്കെ ഒരു പർച്ചേസ് നടത്തിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് ഇപ്പൊ ആഡ് ചെയ്ത ബി വി അനുസരിച്ച് ഏകദേശം 4000 രൂപയ്ക്ക് ഒരു 200 ബി വി ഒക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ 200 ബി വിയുടെ പകുതി എന്ന് കണക്കൂട്ടി കഴിഞ്ഞാൽ 100 ബി വി, 50% എന്ന് പറയുമ്പോൾ പകുതി കണക്കൂട്ടുമ്പോൾ 100 ബി വി. ഈ 100 ബി വി നമുക്ക് 2000 പർച്ചേസിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ 2 ലക്ഷം രൂപ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ഇൻകം കൂടി ഇവിടെ നമുക്ക് കിട്ടാം എന്നുള്ളതാണ്, ഒരു സ്റ്റോറുകാരനെ സംബന്ധിച്ച് കിട്ടാം എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെ ഒരു രണ്ട് തരത്തിലും ഇങ്ങനെയും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ള ഇത്ര തരത്തിലുള്ള പ്രോഫിറ്റുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ബിസിനസ് ആശയം തന്നെയാണ് ഹാരിച്ച് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇൻഡിപെൻഡന്റ് ആയി നിന്നുകൊണ്ട് ബിസിനസ് ചെയ്യാം. വെച്ചാല് കമ്പനി കൊണ്ടുവരുന്ന പ്രൊഡക്റ്റുകൾ ഇവിടെ മാർക്കറ്റ് ചെയ്യാൻ നമ്മൾ നിർബന്ധിക്കുന്നില്ല. അവിടെ വളരെ ഒരു പ്രാദേശികമായ പ്രൊഡക്റ്റുകളാണ് അവിടെ നിങ്ങൾക്ക് മൂവിങ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് കമ്പനിയിലോട്ട് ഇൻഫോം ചെയ്യുകയാണെങ്കിൽ അതും എത്രയും പെട്ടെന്ന് തന്നെ നമുക്കത് ആഡ് ചെയ്ത് തരാൻ പറ്റും. ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ബിസിനസ് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് കമ്പനി ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ മാക്സിമം കസ്റ്റമർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ജിയോ ഒക്കെ ഒരു വർഷമൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തു എന്നുള്ളത് പോലെ തന്നെ നമ്മൾ പ്രോഫിറ്റ് ഒക്കെ കുറച്ച് വെച്ചുകൊണ്ട് മാക്സിമം കസ്റ്റമർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ബൾക്ക് പർച്ചേസിലോട്ട് മാറിക്കൊണ്ട് നമ്മളുടെ ഇതിന്റെ പ്രോഫിറ്റ് നല്ല രീതിയിലൂടെ പ്രോഫിറ്റ് നമ്മുടെ സ്റ്റോറുകാർക്കും നമുക്കൊക്കെ കിട്ടാവുന്ന ഒരു രീതിയിലോട്ടുള്ള ഒരു ബിസിനസ് ആശയമാണ് കമ്പനി ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.